Hi, hello. So good afternoon all. Welcome you all to Vipras Vidya. Myself Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് തിയറീസ് ഓഫ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ തിയറീസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ എന്താ വരിക നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? യെസ്, ക്ലാസിക്കൽസ് ആൻഡ് കെയ്നീഷ്യൻസ് വെർഷൻ. സോ ലെറ്റ്സ് എൻജോയ്. അതിലെ ആദ്യത്തെ തിയറിയാണ് തിയറി ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളാണ് ശരിക്കും ഈ ഒരു എന്താ പറയാ അതെ, അല്ലെങ്കിൽ കാൾ മാർക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ശരിക്കും ഈ ക്ലാസിക്കൽ എന്നുള്ള ടേം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആഡം സ്മിത്ത്, JS മില്ലർ, റോബർട്ട് തോമസ് മാൽത്തസ്, ഡേവിഡ് റിക്കാർഡോ, ഇങ്ങനെയുള്ള എക്കണോമിസ്റ്റുകൾ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും ഇവരെ എല്ലാം ക്ലബ് ചെയ്ത് ഒരു സ്കൂൾ ഓഫ് ബ്രാഞ്ചായി അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ സ്കൂൾ എന്നുള്ള പേര് കൊടുത്തത് ആക്ച്വലി കാൾ മാർക്സ് ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? കെയ്ൻസ് പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഡേവിഡ് റിക്കാർഡോന്റെ കോൺസെപ്റ്റുകളെ ഫോളോ ചെയ്ത് വരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിസ്റ്റുകളായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾക്ക് ഇപ്പൊ നമ്മൾ പറയും വേജ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഒക്കെ പറയുമെങ്കിലും ക്ലാസിക്കൽ സ്കൂളിന് എന്തില്ല, സ്വന്തമായിട്ട് ഒരു തീരുമാനവും ഇല്ല. അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കുറച്ചുകൂടെ ഒരു നമുക്കറിയാം 1930s വരെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒന്നും വേണ്ട, കുറച്ചുകൂടെ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള മെന്റാലിറ്റി ആയിരുന്നു. ക്ലോസ്ഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാറ്റേൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ല, അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ് ആയിരുന്നു ക്ലാസിക്കൽസിന് ഉണ്ടായിരുന്നത്. ക്ലാസിക്കൽസ് ജനറലി ബിലീവ് ചെയ്ത ഫുൾ എംപ്ലോയ്മെന്റ് ആയിരുന്നു. ഇൻഫ്ലേഷൻ ഇല്ല, പണപ്പെരുപ്പൊന്നും നമ്മുടെ എക്കോണമിയിൽ വരുന്നില്ല. എന്താണ്, ഏതൊക്കെ റിസോഴ്സസ് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടോ ആ റിസോഴ്സസിനെ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ക്ലാസിക്കൽസ് ബിലീവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു നോർമൽ സിറ്റുവേഷൻ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ്, അതായത് നമ്മുടെ എക്കോണമിയിൽ റിസോഴ്സസ് ഉണ്ട്. സോ സിൻസ് നമ്മുടെ എക്കോണമിയിൽ റിസോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യും, പൂർണ്ണമായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതൊരു നോർമൽ ആയിട്ട് വരുന്ന സംഭവമായിട്ടാണ് അവർ പറയുന്നത്. പിന്നെന്താ വെച്ചാൽ പിഗു പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ്സ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ പിഗു പറയുന്ന എക്കണോമിസ്റ്റ് പറയുന്നത് എക്കണോമി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തനിയെ തന്നെ എന്ത് സംഭവിച്ചോളുന്നു, എക്കണോമി അങ്ങ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കൊള്ളുന്നു. അപ്പം അതും എന്താണ് അബ്സേർഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. കാരണം എങ്ങനെ അങ്ങനെ ഒരു എക്കോണമി ഓൾറെഡി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇക്വിലിബ്രിയം കൺസേണിലേക്ക് എത്തുക, അങ്ങനെ ഒരിക്കലും എത്തില്ലല്ലോ. അതുപോലെ തന്നെ എന്താ വെച്ചാൽ വേജ് റിജിഡിറ്റി ഉണ്ടെന്നാണ് ജനറലി ഇവർ പറയുന്നത്. ക്ലാസിക്കൽ സ്കൂൾസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് വേജ് റിജിഡിറ്റി ഉണ്ടെന്ന്. അത് പക്ഷെ കറക്റ്റാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേജ് കൂട്ടാൻ എളുപ്പമാണ്, പക്ഷെ കുറയ്ക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം കുറച്ചിട്ടുണ്ടെങ്കിൽ ലേബർ യൂണിയൻസ് സ്ട്രൈക്ക് പ്രോബ്ലംസ് അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ വേജ് കുറയ്ക്കുക പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. വേജ് കൂട്ട് വേണമെങ്കിൽ നടത്താം, പക്ഷെ ക്ലാസിക്കൽസ് അവിടെയും റെസ്ട്രിക്ഷൻ വെക്കുന്നു. വേജ് കൂട്ടാനും കഴിയില്ല, വേജ് കുറയ്ക്കാനും കഴിയില്ല എന്നാണ് ക്ലാസിക്കൽ സ്കൂൾസ് പറയുന്നത്. അതുപോലെ തന്നെ മണീനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാത്രമാണ്. അതായത് സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് മണിക്ക് ഉള്ളൂ എന്നുള്ളതാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൈസസ് വരില്ല, വേജ് മാത്രം. വേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആണ് എന്നാണ് പറയുന്നത്. മണി വേജും റിയൽ വേജും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യും. ഇതൊരു ലോങ് റൺ കോൺസെപ്റ്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത് അവർ ലോങ് റണ്ണിൽ ബിലീവ് ചെയ്തിരുന്നു. പക്ഷെ കെയ്ൻസ് പറയുന്നത് ഇൻ ദ ലോങ് റൺ വി ഓൾ ആർ ഡെഡ് എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാണ്, കെയ്ൻസിന്റേത് ഷോർട്ട് റൺ ആണ്, അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫിസ്ക്കൽ പോളിസിക്കാണ്. ക്ലാസിക്കൽസ് ലോങ് റൺ ആണ്, അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് മോണിറ്ററി പോളിസിക്കാണ്. ഇത് രണ്ടും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഇവിടെ പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് നമ്മളുടെ സിറ്റുവേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് സേവിങ്സ് ആർ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ് എന്നാണ് പറയുന്നത്. നമ്മൾ സേവ് ചെയ്യൂലേ, നമുക്ക് കിട്ടുന്ന കാശ്, ആ കിട്ടുന്ന കാശ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ക്ലാസിക്കൽസ് പറയുന്നത്. വിച്ച് ഇസ് വെരി അബ്സേർഡ് കോൺസെപ്റ്റ് അല്ലേ. നമുക്ക് കിട്ടുന്ന കാശ് മുതൽ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ആഹാ കൊള്ളാലോ, സൂപ്പറായല്ലോ, ഓക്കെ, അങ്ങനെയല്ലല്ലോ നടക്കുക. ഓക്കെ, ഇനി അടുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നു, കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും ആയിട്ട്. സേവിങ് ഇല്ല. നമുക്ക് 100 രൂപ കിട്ടുകയാണെങ്കിൽ ഈ 100 രൂപയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 50 രൂപ കൺസ്യൂം ചെയ്യുന്നു, 50 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്രൊപ്പോർഷണൽ ആവണമെന്നില്ല കേട്ടോ. 50 രൂപ കൺസ്യൂം ചെയ്യുന്നു, 50 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒന്നും സേവ് ചെയ്യുന്നില്ല, എന്തെങ്കിലും ബാലൻസ് വന്നാൽ ഉടനെ കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ലേസസ് ഫെയർ പോളിസി. ലേസസ് ഫെയർ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തില്ല, ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണ്ട, ഓക്കെ, ഒന്നും വേണ്ട, ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ആവശ്യമേ ഇല്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്.
നെക്സ്റ്റ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്, അത് 19th സെഞ്ചുറിയിൽ ജെബിസെ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് കൊണ്ടുവന്നത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൊമേഴ്സുകാരുണ്ട്, മാത്സുകാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയുന്ന രീതിയിലായിരിക്കും എക്കണോമിക്സ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, അത് ആരാണ് കൊണ്ടുവന്നത്? ജെബിസെ ആണ് കൊണ്ടുവന്നത്. അതായത് എന്താണ്, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തോളൂ, മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നോളൂ, ആൾക്കാർ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ചെയ്തോളും എന്നുള്ള കോൺസെപ്റ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് ക്ലാസിക്കൽസിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഫോർ ലേബറും എവിടെയാണോ ഇക്വേറ്റഡ് ആകുന്നത്, ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഫോർ ലേബറും ഏതൊരു പോയിന്റിലാണോ ഇക്വേറ്റഡ് ആകുന്നത്, ആ പോയിന്റിൽ എന്ത് നമുക്ക് പറയാൻ പറ്റും? ഇക്വിലിബ്രിയം ഉണ്ട്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ടേക്ക് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് പറയാൻ പറ്റും. ഇനി ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടില് അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂളില് നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബേസിക്കലി 3 ഫാക്ടേഴ്സിന്റെ റോളാണ് അവിടെ ജനറലി വരുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഏരിയയില്. ഒന്നാമത്തത് വരുന്നത് എന്താണ്? നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധ്യമാണ്. രണ്ടാമത്തത് നമ്മളുടെ ടെക്നോളജി ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധ്യമാണ്. പിന്നെ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്പർ ഓഫ് വർക്കേഴ്സ്, എത്ര തൊഴിലാളികൾ ഉണ്ട് എന്നുള്ളതും എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. അടുത്തത് ലേബർ മാർക്കറ്റ്. ഇതിൽ നിങ്ങൾ നോക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലേബർ മാർക്കറ്റിന്റെ വെർഷൻ വരുന്ന സമയത്ത് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് അത് എപ്പോഴും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കും റിയൽ വേജ് റേറ്റുമായിട്ട്. ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി റിലേറ്റഡ് വിത്ത് റിയൽ വേജ് റേറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഞാനും തൊഴിലാളിയാണ്, നിങ്ങളും തൊഴിലാളികളാണെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാണ്? നിങ്ങൾ 100 രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു, ഞാൻ 200 രൂപയ്ക്കാണ് തയ്യാറാവുന്നത്. അപ്പം എന്ത് ചെയ്യും? മുതലാളി എന്ത് ചെയ്യും? അല്ലെ ഓണ്ടർപ്രീനർ എന്ത് ചെയ്യും? നിങ്ങളെ എടുക്കും. കാരണം എന്താ മക്കളെ? നിങ്ങൾ റിയൽ വേജ് കുറവല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന വേജ് എന്ന് പറയുന്നത്, റിയൽ വേജ് കുറച്ചുകൂടി കോൺസെപ്റ്റ് വരും, പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വേജ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് തരുന്നത് കുറവല്ലേ, അപ്പൊ നിങ്ങൾ അതിന് വർക്ക് ചെയ്യാൻ തയ്യാറാകുമ്പോൾ എന്നിലേക്ക് നോക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് പല ഫേമിലും നമ്മൾ പോകുമ്പോൾ എക്സ്പെക്ടഡ് സാലറി പറഞ്ഞിട്ട് ഒരു കോളം കാണാം, അത് എഴുതാൻ പറയണേ. ഈ തിയറിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഡിമാൻഡ് ഫോർ ലേബർ, ഏത് ലേബറിനെയാണ് ഡിമാൻഡ് ചെയ്യുക? ഏറ്റവും കുറവ് റിയൽ വേജ് റേറ്റ് വേണം എന്ന് പറയുന്ന ലേബറിനെ ആയിരിക്കും കൂടുതലായിട്ടും അവര് ഡിമാൻഡ് ചെയ്യും. അടുത്തത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതേ പറയുന്നുള്ളൂ. ഇനി ഗുഡ്സ് മാർക്കറ്റ്. ഗുഡ്സ് മാർക്കറ്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇക്വിലിബ്രിയം ക്ലാസിക്കൽസ് പറയുന്നത് സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആവുന്ന പോയിന്റ് എവിടെയാണോ അവിടെയാണ് എന്ത് സംഭവിക്കുന്നതായിട്ട് പറയുന്നത്? ഇക്വിലിബ്രിയം ടേക്ക് പ്ലേസ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. അതായത് വാട്ട് ഈസ് നോട്ട് സ്പെൻഡ് ഇസ് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. MCQs ആയിട്ട് ചോദിക്കും. വാട്ട് ഈസ് നോട്ട് സ്പെൻഡ് ഇസ് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ്, ഞാൻ സ്പെൻഡ് ചെയ്യാത്ത എന്താണോ ഉള്ളത് ആ കാര്യത്തെ ഞാൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഗുഡ്സ് മാർക്കറ്റിൽ പറയുന്നത്. കമോഡിറ്റീസ് മാർക്കറ്റ് എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. S is a function of rate of interest, I is a function of രണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ക്ലാസിക്കൽസ് പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും എന്തിന്റെ ഫംഗ്ഷൻ ആണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. കെയ്ൻസ് പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് മണി മാർക്കറ്റ് ഉണ്ട്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫേമസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആണ് ഉള്ളത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, MV is equal to PT. M എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ, V വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ആര്യയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു, അപ്പൊ ആര്യക്ക് ഞാൻ പൈസ തരും. ആര്യ എന്ത് ചെയ്യുന്നു? ആ പൈസ ഉപയോഗിച്ചിട്ട് ഗോപികയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്നു. ഗോപിക എന്ത് ചെയ്യുന്നു? വേറൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് പോവാ ചെയ്യുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് സർക്കുലേഷൻ ഓഫ് മണീനെയാണ് ശരിക്കും നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ, സർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ പോവാണ് ചെയ്യുന്നത്. P എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ ആണ്. T എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇപ്പം നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാനിപ്പം ആര്യക്ക് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഗോപിയെ കൊടുത്തു, ഗോപിയെ കൊടുക്കുന്ന പൈസ അടുത്ത ആൾക്ക് അങ്ങനെ പോവാണ് ചെയ്യുന്നത്. അപ്പൊ മണി എവിടെ എത്തി അല്ലെങ്കിൽ എത്ര തവണ മണി സർക്കുലേറ്റഡ് ആയി എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കും. ഇനി കെയ്ൻസിന്റെ ക്രിറ്റിസിസംസ് എന്താ വെച്ചാൽ, ഒന്ന് കെയ്ൻസ് ബിലീവ് ചെയ്യുന്നത് അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിലാണ്. അതായത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് പറയുന്ന ക്ലാസിക്കൽസിന്റെ കോൺസെപ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് കെയ്ൻസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തൊഴിലില്ലായ്മ ഇത്രത്തോളം വരുമോ അല്ലേ? ഇല്ല. ഓക്കെ. അടുത്തത് സെയ്സ് ലോ. അത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയ്സ് ലോ പറയുന്നത് എന്താ? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. പക്ഷെ കെയ്ൻസ് പറയുന്നത് ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ എന്നാ പറയുന്നത്. കെയ്ൻസ് പറയുന്നത്
ഡിമാൻഡ് ആണ് ശരിക്കും എന്തിന് കാരണമാകുന്നത്? സപ്ലൈക്ക് കാരണമാകുന്നത്. അടുത്തത് സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് നോട്ട് പോസിബിൾ. അതായത് ഗവൺമെന്റ് ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് അന്തരീക്ഷത്തിൽ നിന്നും ഒരു ശക്തി ഇങ്ങനെ ഇതായി നമ്മളെ മാർക്കറ്റിനെ കറക്റ്റ് ചെയ്യും. അതൊന്നും എന്തല്ല, കറക്റ്റ് അല്ലെന്നാണ് പറയുന്നത്. സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഇതാ ഇൻകം ചേഞ്ചസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇൻകത്തിലൂടെയാണ് മാറ്റം വരുന്നത് എന്നാണ് കെയ്ൻസ് പറയുന്നത്. അതുപോലെ തന്നെ കെയ്ൻസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് കെയ്ൻസ് 3 തരത്തിലാണ് മണീനെ പറയുന്നത്. ട്രാൻസാക്ഷൻ മോട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ കെയ്ൻസ് പറയുന്നതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ്. വെരി ഗുഡ്. സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ട്രാൻസാക്ഷൻ പറഞ്ഞാൽ സാധനം വാങ്ങുക വിൽക്കുക, പ്രിക്കോഷണറി പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻസ്, സ്പെക്കുലേറ്റീവ് പറഞ്ഞാൽ ഈ മാർക്കറ്റിലെ ബോണ്ട്, ഷെയർസ്, സെക്യൂരിറ്റീസ് അങ്ങനത്തെ ഇല്ലേ, അതൊക്കെ വാങ്ങാം. ഇനി എന്താ വെച്ചാൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അബ്സേർഡ് ആണെന്നാ പറയുന്നത്. അതായത് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി കറക്റ്റ് അല്ല, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിക്ക് ഒരുപാട് തകരാറുകൾ ഉണ്ട് എന്നാണ് കെയ്ൻസ് അവിടെ പറയുന്നത്. പിന്നെ മണി എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ല. അതായത് മണി എന്ന് പറഞ്ഞാൽ വെറും മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമല്ല, ജസ്റ്റ് ലൈക്ക് ക്ലാസിക്കൽസ് ടോൾഡ്. ക്ലാസിക്കൽസ് പറയുന്നത് വെറും മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന്. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമാണ് ഇല്ല, അതിലും കൂടുതലായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അടുത്തത് വേജ് കട്ട്. വേജ് കട്ടിനെ പറ്റി അത് നിങ്ങൾ പിഗു ഇഫക്ട്, കെയ്ൻസ് എഫക്ട് ഒക്കെ ഇനി പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വേജ് കട്ട് ചെയ്യുക, അത് എങ്ങനെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേജ് ഹൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ അല്ലെ, വേജ് കൂട്ടാം, 100 രൂപയിൽ നിന്ന് 200 രൂപ കൂട്ടാം. ആഹാ സൂപ്പർ, 100 രൂപയായിരുന്നു എന്റെ വരുമാനം, അത് 200 രൂപയായി, സൂപ്പർ എന്ന് നമുക്ക് പറയാം. പക്ഷെ 100 രൂപയിൽ നിന്ന് 50 രൂപയായി, എന്തായിരിക്കും അവസ്ഥ? കൊടിപിടിക്കലായി, ബഹളമായി, അതായി ഇതായി, ഫേംസ് അടച്ചുപൂട്ടി. യെസ്, ദാറ്റ് ക്രിയേറ്റ്സ് ഇമ്മൻസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. അപ്പൊ കെയ്ൻസ് അതിനെയാ സപ്പോർട്ട് ചെയ്യുന്നത്. കെയ്ൻസ് പറയുന്നത് എന്താ, നിങ്ങൾക്ക് വേജ് കൂട്ടാം, കുറയ്ക്കാൻ പറ്റില്ല. അടുത്ത എന്താ, നോ ഡയറക്ട് പ്രപ്പോർഷൻ ബിറ്റ്വീൻ മണി വേജ് ആൻഡ് റിയൽ വേജ്. മണി വേജ് കാശായിട്ട് കൈ കൊടുക്കുക, റിയൽ വേജ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, ഇൻസെന്റീവ്സ്, ബോണസ് അതൊക്കെ എക്സ്ട്രാ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം മണിയല്ലേ ടീച്ചറേന്ന്. മണി തന്നെയാ, പക്ഷെ അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേജ്, സാലറി അങ്ങനെയുള്ള കോൺസെപ്റ്റ് ആണ് മണി വേജ് വരുന്നത്. സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എസെൻഷ്യൽ ആണ്. സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ആരുടെതാ, ഗവൺമെന്റ് കൂടിയേ മതിയാവുള്ളൂ, ഗവൺമെന്റിന് ആക്റ്റീവ് ആയിട്ടുള്ള റോൾ ഉണ്ട്. പിന്നെ ഇവരെന്താ പറയുന്നത്, ലോങ് റൺ അൺറിയലിസ്റ്റിക് ആണ്. നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ തൊട്ടടുത്ത മൂവ്മെന്റിൽ ഉണ്ടോ ഇല്ലേന്ന്? പറയാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി, അതായത് കെയ്ൻസ് പറയുന്നത് ശരിക്കും ഫൂളിഷ്നെസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ് ആര് അഡ്വക്കേറ്റ് ചെയ്യുന്നത്, കെയ്ൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്.